VS-ന് യാത്ര പറയാൻ ഒരുങ്ങുകയാണ്. അദ്ദേഹത്തിൻ്റെ VS അച്യുതാനന്ദൻ എന്ന മനുഷ്യനെ VS ആക്കിയ, ജനങ്ങൾക്കിടയിൽ എന്നും തൻ്റെതായ ഒരു മുദ്ര പതിപ്പിച്ച VS എന്ന രണ്ടക്ഷരത്തിലേക്ക് അദ്ദേഹത്തെ മാറ്റിയ അതേ നാട്ടിൽ അന്ത്യവിശ്രമത്തിന് ഒരുങ്ങുകയാണ് അദ്ദേഹം. അതിനൊപ്പം അദ്ദേഹത്തിന് അന്ത്യാഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ തോരാമഴയെ അവഗണിച്ചുകൊണ്ട് സാധാരണക്കാരായ ആളുകൾ മണിക്കൂറുകളോളം ക്ഷമയോടെ കാത്തു നിൽക്കുകയാണ്. പ്രിയ സഖാവിനെ കാണാനായി, പ്രിയ നേതാവിനെ കാണാനായി അദ്ദേഹത്തിൻ്റെ പഴയ പ്രവർത്തന മണ്ഡലമായ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് ടീച്ചർ ക്രിയേഷൻ ഗ്രൗണ്ട് വരെയും ആൾക്കൂട്ടം അനുഗമിച്ചിരുന്നു. പഴയ പാർട്ടി ജില്ലാ സെക്രട്ടറിക്ക് അവസാനമായി അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ആ പാർട്ടി ഓഫീസ് മുഖസാക്ഷിയായി ഇങ്ങനെ നിൽക്കുകയാണ്. അവിടെ നിന്ന് ബീച്ച് റിക്രിയേഷൻ ഗ്രൗണ്ടിലെത്തുമ്പോൾ അതിലും വലിയ സാഗരമായാണ് ജനങ്ങൾ അവിടെ എത്തി നിൽക്കുന്നത്. എന്തായാലും ഇത്ര വലിയ ഒരു ജനങ്ങൾ അലയടിക്കുന്ന ആ കടലിൽ ഇന്ന് വിപ്ലവ സൂര്യൻ അസ്തമിക്കാൻ ഒരുങ്ങുകയാണ്. അദ്ദേഹത്തിൻ്റെ പുന്നപ്ര വയലാർ സമരത്തിൻ്റെ ഒക്കെ രക്തസാക്ഷികളും മറ്റ് സഖാക്കളും ഉറങ്ങുന്ന വലിയ ചുടുകാട്ടിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെയും സംസ്കാരം നടക്കുക. ഇപ്പോൾ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ നടക്കുന്ന പൊതുദർശനത്തിന് ശേഷമായിരിക്കും ആലപ്പുഴയിലെ വലിയ ചുടുകാട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ മൃതശരീരം കൊണ്ടുപോവുക. അദ്ദേഹത്തിന് അവസാനമായി അന്ത്യാഭിവാദ്യം അർപ്പിക്കാനായി സഖാക്കളുടെയും മറ്റ് പാർട്ടി നേതാക്കന്മാരുടെയും എല്ലാം വലിയൊരു നിര തന്നെ കാത്തു നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഇതിനു മുൻപ് പൊതുദർശനത്തിന് വെച്ച ദർബാർ ഹാളിലും അദ്ദേഹത്തിൻ്റെ വീട്ടിലും അടക്കം എത്തി അന്ത്യാഭിവാദ്യം അർപ്പിച്ച പല നേതാക്കന്മാരും ഇവിടെ ബീച്ച് റിക്രിയേഷൻ ഗ്രൗണ്ടിലും എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും 8.5 പതിറ്റാണ്ട് നീണ്ട പ്രവർത്തനം അവസാനിപ്പിച്ചാണ് അദ്ദേഹം മടങ്ങുന്നത്. 17-ാം വയസ്സിൽ പാർട്ടി അംഗമായ ഒരു യുവാവ്, പഠനം 10ാം ക്ലാസ് വരെ പോലും പഠനം പൂർത്തിയാക്കിയിട്ടില്ലാത്ത, വെറും പ്രാഥമിക വിദ്യാഭ്യാസം മാത്രം കൈമുതലായുള്ള ഒരു യുവാവ് പാർട്ടിയുടെ സ്റ്റഡി ക്ലാസ്സുകളിലൂടെ ഒരു ജനതയ്ക്ക് തന്നെ വർഗബോധം എന്താണെന്നതിൻ്റെ നിർവചനം മനസ്സിലാക്കി കൊടുക്കുന്നു. എങ്ങനെ സംഘടിക്കണമെന്നും അവകാശങ്ങൾക്ക് വേണ്ടി എങ്ങനെ പോരാടണമെന്നും ഒരു ജനതയെ തന്നെ പഠിപ്പിക്കുന്നു. ശ്രീമൂലം കായലിലെ സമരത്തിൽ നിന്ന് ആരംഭിച്ച് തൻ്റെ ശക്തി എന്താണ് എന്നുള്ളത്, തൻ്റെ വാക്കുകളുടെ ശക്തി എന്താണെന്നുള്ളത് പാർട്ടിക്കും അതുപോലെ തന്നെ ആലപ്പുഴയ്ക്കും കാണിച്ചു കൊടുത്തുകൊണ്ട് VS വളരുന്നു. സഖാവ് P. കൃഷ്ണപിള്ള വളർത്തിക്കൊണ്ടുവന്ന കേഡറായിരുന്നു VS എന്ന് പറയാറുണ്ട്. സഖാവ് P. കൃഷ്ണപിള്ള മരിച്ചപ്പോഴും VS-ലൂടെ അദ്ദേഹം ജീവിക്കുകയായിരുന്നു എന്ന് പലപ്പോഴും വിലയിരുത്തപ്പെടാറുണ്ട്. അത്തരത്തിൽ സഖാവ് കൃഷ്ണപിള്ള കണ്ടുപിടിച്ച, സഖാവ് കൃഷ്ണപിള്ള വളർത്തിക്കൊണ്ടുവന്ന കേഡർ കൂടിയാണ് ഇന്ന് വിട പറയുന്നത്. അദ്ദേഹം VS-ന്റെ പ്രവർത്തന ശൈലി കണ്ട അദ്ദേഹം VS-ന് സാധാരണക്കാരായ ആളുകൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയും എന്ന് മനസ്സിലാക്കിയ കൃഷ്ണപിള്ളയാണ് അദ്ദേഹത്തെ കുട്ടനാട്ടിലേക്ക് അയക്കുന്നത്. 5 രൂപ നോട്ട് കൊടുത്തുകൊണ്ട്, നിന്റെ ദൗത്യം ഇവിടെയല്ല, കുട്ടനാട്ടിലെ പാവപ്പെട്ട, അടിച്ചമർത്തപ്പെട്ട, എന്നും മർദ്ദനത്തിനിരയാകുന്ന, അവകാശങ്ങളെക്കുറിച്ച് അടിസ്ഥാന ബോധ്യം പോലും ഇല്ലാത്ത ആ കയർപിരി തൊഴിലാളികൾക്കിടയിലാണ്. അവരുടെ അവകാശങ്ങൾ എന്തെന്ന് അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അത് നേടിയെടുക്കാൻ കൂടി അവരെ പ്രാപ്തരാക്കേണ്ടതുണ്ട് എന്ന ദൗത്യവുമായാണ് VS കുട്ടനാട്ടിലേക്ക് തിരിക്കുന്നത്. പാർട്ടിയുടെ സ്റ്റഡി ക്ലാസ്സുകളിലേക്ക് വരാൻ പോലും ഭയന്നിരുന്ന തൊഴിലാളികളെ ആ സ്റ്റഡി ക്ലാസ്സുകളിൽ എത്തിക്കുക മാത്രമല്ല, ആ സ്റ്റഡി ക്ലാസ്സുകളിൽ നിരന്തരം പങ്കെടുക്കാൻ കൂടി അവർക്ക് പ്രചോദനമേകുകയും
വലിയ വലിയ സിദ്ധാന്തങ്ങളെന്ന് വർഗസമരത്തിൻ്റെയും തൊഴിലാളി സമരങ്ങളുടെയും അവകാശങ്ങളുടെയും അവബോധങ്ങളുടെയും എല്ലാം വലിയ വലിയ സിദ്ധാന്തങ്ങളെന്ന് കരുതുന്ന കാര്യങ്ങളെപ്പോലും വളരെ സാധാരണക്കാരായ ആളുകൾക്ക് അതിലളിതമായി മനസ്സിലാക്കി കൊടുക്കുകയും അവരെ സംഘടിപ്പിക്കുകയും ചെയ്യാൻ VS-ന് കഴിഞ്ഞു എന്നയിടത്താണ് വളരെ ചെറിയ 20 വയസ്സ് മാത്രം പ്രായമുള്ള ചെറുപ്പക്കാരൻ രാഷ്ട്രീയപരമായ എത്ര വലിയ ശക്തിയായിരുന്നു എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ നിന്ന് വീണ്ടും കുട്ടനാട്ടിൽ നിന്ന് VS-നെ ആലപ്പുഴയിലേക്ക് തിരിച്ചു വിളിക്കുന്നു. അമേരിക്കൻ മോഡലിനെതിരായ വലിയ പോരാട്ടം. ആലിശ്ശേരിയിൽ നടന്ന പൊതുയോഗത്തിലെ പ്രസംഗത്തിന് അദ്ദേഹത്തിനെതിരെ അറസ്റ്റ് വാറണ്ട്. അവിടെ നിന്ന് അങ്ങോട്ടുണ്ടായ ഒളിവിലെ ജീവിതവും പോലീസ് കസ്റ്റഡിയിലെ ക്രൂരപീഡനത്തിന്റെയും കൊടിയ മർദ്ദനത്തിന്റെയും നാളുകളുമാണ് ഇക്കാലത്ത് നമ്മൾ അറിഞ്ഞ VS-നെ രൂപപ്പെടുത്തിയെടുത്തത്. അന്നത്തെ മുറി ട്രൗസർ ഇട്ട പോലീസുകാർ പിന്നീട് നീളൻ യൂണിഫോമിലേക്ക് എത്തിയപ്പോൾ ലോക്കപ്പിന്റെ ഇരുമ്പ് കമ്പികൾക്കിടയിലൂടെ VS-ന്റെ കാൽപാദങ്ങൾ ചേർത്ത് വെച്ച് കാൽവള്ളകളിൽ അടിച്ചു മുറിവേൽപ്പിച്ച അതേ പോലീസ് പിന്നീട് മുറി ട്രൗസറിൽ നിന്ന് നീളൻ പാൻറിലേക്ക് എത്തിയപ്പോൾ അതേ VS-നെ സല്യൂട്ട് ചെയ്യേണ്ടി വന്നത് കാലം കാത്തുവെച്ച കാവ്യനീതി എന്ന് റിയൽ MN വിജയനാണെന്ന് തോന്നുന്നു പറയുകയുണ്ടായി. അതേ കാവ്യനീതി തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം എന്ന് നമുക്ക് കാണാം. നമുക്ക് ലഭിച്ച പല പ്രതികരണങ്ങളിലും പറഞ്ഞതുപോലെ ആധുനിക കേരളത്തിന്റെ നിർമ്മിതിയെക്കുറിച്ച് പരിശോധിക്കുകയാണെങ്കിൽ അത് VS-ന്റെ ജീവിതം തന്നെയായിരുന്നു എന്ന് പറയേണ്ടി വരും. ഏതെങ്കിലും ഒരു സമര പോരാട്ടത്തിന്റെ ഭാഗമായി രാഷ്ട്രീയമായ ശക്തിയായി മാറിയ ആളല്ല അദ്ദേഹം. മറിച്ച് ഒരു നൂറ്റാണ്ട് നീണ്ടുനിന്ന കേരളത്തിന്റെ ചരിത്രം തന്നെ അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ വിയോഗത്തിലൂടെ ചരിത്രത്തിന്റെ നേർസാക്ഷികളിൽ ഒരാൾ കൂടിയാണ് പറയുന്നത്. 101 വയസ്സ് എന്ന് പറയുമ്പോൾ 100 തികഞ്ഞ ഒരു പാർട്ടിക്ക് 100 കടന്ന ഒരു നേതാവ് ഉണ്ടായിരുന്നു. ആ നേതാവ് കൂടിയാണ് ഇപ്പോൾ വിട പറഞ്ഞിരിക്കുന്നത്. രണ്ട് പേര് ബാക്കിയുള്ളവരെ മാറിക്കൂടെ. സഖാക്കളെ 2 റെഡ് വാളണ്ടിയർമാർ തന്നിട്ട് ബാക്കിയുള്ളവർ മാറിക്കൊടുക്കുക. കടന്നു വരുന്ന സഖാക്കൾക്ക് VS-ന്റെ മുഖം കണ്ടിട്ട് പോകാൻ കഴിയുന്ന നിലയിലേക്ക് നമ്മൾ അവസരം ഉണ്ടാക്കി കൊടുക്കണം. റെഡ് വാളണ്ടിയർമാർ ആവശ്യത്തിൽ കൂടുതൽ കൂട്ടമായി നിൽക്കേണ്ട ആവശ്യമില്ല. തിക്കും തിരക്കും ഉണ്ടാക്കരുത്. എല്ലാവർക്കും കാണുവാനുള്ള എല്ലാ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. പുറത്തേക്ക് പോകുന്നവർ അവിടെ നിന്ന് മാറി നിൽക്കണം. വാതിലടക്കരുത്. വാതിലടച്ച്